ഹലോ, നമ്മളപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി ചിക്കൻ പെരട്ട ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അത് എങ്ങനെയാന്ന് ഞാൻ റെസിപ്പി കാണിച്ചു തരാം. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെന്തിന് ഇത്രയും കറിവേപ്പിലേന്നേ? ആവശ്യം കഴിഞ്ഞ എടുത്ത് കളയാനല്ലേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ ഒരു കുന്ന് അരച്ച് വെക്കും, അതാണ്. അത് കഴിഞ്ഞ് ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. നമുക്കിത് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വഴട്ടിയെടുക്കണം. എന്നിട്ട് അടച്ചു വിടാം. മല്ലിച്ചപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പമാവ് രാവിലെ അരച്ചു വെച്ചിട്ട് പോയി ഗൈസ്. വൈകുന്നേരം ആയപ്പോൾ ആയിട്ടുണ്ട്. മാവ് പൊങ്ങിയതിനു ശേഷം ഈസ്റ്റ് ഇട്ട് വെച്ച് ഗൈസ്. ആ സോഡാപ്പൊടിയിൽ ഈസ്റ്റ്. ഓക്കെ. അപ്പൊ നമ്മള് എന്തിന് സോഡാപ്പൊടി ഇട്ട് മാവ് കലക്കാണ്. ഈ കടയിലത്തെ പച്ചരിയിൽ അരക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അപ്പമാവിന്റെ ഇത് കിട്ടും. അല്ലാതെ റേഷൻ കടയിൽ നിന്ന് വാങ്ങണ പച്ചരി ഇട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല ഗൈസ്. മൊരിഞ്ഞൊന്നും കിട്ടൂല. സാധാ ദോശക്ക് നമ്മളെ അരക്കൂലേ, അതേപോലെ ഇരിക്കും. നമ്മൾ ഇടവിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം, ഉള്ളി തക്കാളി എല്ലാം. എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണ കണക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ ഫ്രൈ ആക്കി ചിക്കൻ ഇവിടെ സെറ്റാണ് ഗൈസ്. അപ്പമാവ് ഇവിടെ സെറ്റാണ്. ഉപ്പും മറ്റേ സോഡാപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് മുളക് പൊടി ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന്. ഇതെന്തൊരു മസാല? കറി മസാല ഇട്ട് കൊടുത്ത്. മഞ്ഞപ്പൊടി ആവശ്യത്തിന്. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ വഴറ്റി കൊടുക്കണം. പിന്നെ ഒരു സ്പെഷ്യലിന് വേണ്ടിയിട്ട് 5-6 മാസമായ ചിക്കൻ കറിയുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കും. ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ് ഗൈസ്. ഇതെന്തിന് അരപ്പ് കിട്ടാനാ? ഒന്നും പറയില്ല. ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ അതിൽ ആഡ് ചെയ്യും. കഴിഞ്ഞ് മല്ലിച്ചപ്പ് ഉണ്ടല്ലേ, അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പറയേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഒന്ന് കുറുകാൻ വേണ്ടി. ചിക്കൻ ഇവിടെ നിന്നാവുന്നു. അപ്പത്തിനുള്ള ചട്ടിയൊക്കെ കഴുകി വെച്ചു. മാവ് ഇവിടെ സെറ്റാണ്. ഇന്ന് അപ്പവും ചിക്കൻ പെരട്ടുമാണ് ഗൈസ്, സ്പെഷ്യൽ. ഇനി കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കാം. തീ കുറച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ കറിയായി. ടേസ്റ്റ് ചെയ്തോളാം. കൈ പൊള്ളും. കൊള്ളാം ഗൈസ്. എരിവുണ്ട്. നൈസ്. അപ്പം തീ നമ്മൾ ഓഫ് ചെയ്യുകയാണ്. കറി ആയി.
അപ്പം സെറ്റ്. കറിക്ക് കോംബോ ആയിട്ട് ഇനി നമുക്ക് അപ്പം ചുടാം. നമുക്കിത് മാറ്റാം. മാവ് ഒഴിക്കണം, കുറച്ചൊന്ന് കലക്കി കൊടുക്കാം. കലക്കിയതാ. തീ കുറയ്ക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലോയിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരമായ അപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ്. 2 അപ്പം അച്ഛന് മതി എന്ന് പറഞ്ഞ് ഗ്രേവി ചിക്കൻ പെരട്ടും അപ്പമായിട്ട് അച്ഛന് കൊണ്ടുകൊടുത്ത്, ഞാനും ചിക്കൻ പെരട്ടും 2 അപ്പമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ കൊതി ഊറിയിട്ട് വയ്യ. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ പെരട്ടും അപ്പവും. ആദ്യ ടൈം അമ്മ വെച്ചിട്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് ഇത് എപ്പോഴും വീണ്ടും വെപ്പിച്ചത്. അങ്ങനെ ചിക്കൻ പെരട്ടും അപ്പമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ല ചൂടായിരുന്നില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഊതി കഴിച്ച് ഗൈസ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.